നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ചിറയൻകീഴിൽ 8 വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് മരിച്ച സംഭവത്തിൽ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലായിരുന്നു കുട്ടിയെ ആദ്യം എത്തിച്ചത്. ഈ ആശുപത്രിയിൽ നിന്നും വേണ്ടുന്ന രീതിയിലൊരു പരിഗണന അല്ലെങ്കിൽ പരിചരണം കിട്ടിയില്ല എന്നൊരു ആരോപണം കഴിഞ്ഞ ദിവസം മുതൽ ഉയർന്നിരുന്നു. ഇപ്പോൾ അത് രൂക്ഷമാവുകയാണ്. ആശുപത്രിയിൽ നിന്ന് വേണ്ടത്ര പരിഗണന കിട്ടിയില്ല എന്ന് കുട്ടിയുടെ പിതാവ് പറഞ്ഞു. നിസ്സാരമായാണ് ആശുപത്രി അധികൃതർ കണ്ടത്. കാലിൽ നല്ല വേദനയുണ്ടെന്ന് കുട്ടി പറഞ്ഞിട്ടും അവർ കേട്ടില്ല എന്നും ദിക്ഷലിന്റെ പിതാവ് പറയുകയുണ്ടായി. അഴൂർ സ്വദേശി ദിലീപ് അനു ദമ്പതികളുടെ മകൻ ദിക്ഷലിനാണ് വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കവേ പാമ്പ് കടിയേറ്റ് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായത്. പുലർച്ചെ 2:30 സംഭവം ഉണ്ടായത്. അടച്ചുറപ്പില്ലാത്ത വീടിനുള്ളിൽ മുത്തശ്ശിയോടൊപ്പമാണ് കുട്ടി ഉറങ്ങാൻ കിടന്നത്. കാലിൽ എന്തോ കടിച്ചെന്ന് കുട്ടി വീട്ടുകാരോട് പറയുകയായിരുന്നു. ഉടൻ തന്നെ, അതായത് യാതൊരു രീതിയിലുള്ള ഒരു വൈകല്യം ഉണ്ടാകാതെ കുട്ടി കാലിൽ എന്തോ കടിച്ചു എന്ന് പറഞ്ഞ ആ സമയം തന്നെ പിതാവ് ജീവൻ രക്ഷിക്കാനായി കുട്ടിയുമായി ആശുപത്രിയിലേക്ക് പാഞ്ഞു. പിന്നീട് അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. കുട്ടിയുടെ കാലിൽ പാമ്പിന്റെ കടിയേറ്റതായി ഇൻക്വസ്റ്റ് നടപടികൾ കണ്ടെത്തി. മരിച്ച ദിക്ഷൽ ചിറയൻകീഴിലെ സ്വകാര്യ സ്കൂളിൽ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ വീട്ടിനുള്ളിൽ നിന്ന് മൂർഖമ്പാമ്പിനെ പിടികൂടി തല്ലിക്കൊന്നു. ആദ്യം എത്തിയ ആശുപത്രിയിൽ ചികിത്സ കിട്ടിയിരുന്നുവെങ്കിൽ ദിക്ഷലിനെ രക്ഷിക്കാമായിരുന്നുവെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിട്ടും കുഞ്ഞിന് ആന്റിവെനം നൽകാതിരുന്നതാണ് മരണകാരണമെന്നും ആരോപണം ഉയരുകയാണ്. മുറിയിലെ കട്ടിലിൽ അമ്മ ലിജിയാണ് കിടന്നിരുന്നത്. കടുത്ത ചൂടായിരുന്നതിനാൽ മുത്തശ്ശിക്കൊപ്പം ദിക്ഷൽ നിലത്ത് വിരിച്ച പായയിലാണ് കിടന്നത്. പുലർച്ചെ 2 മണി കഴിഞ്ഞപ്പോൾ ഞെട്ടി ഉണർന്ന ദിക്ഷൽ തന്റെ കാലിൽ എന്തോ കടിച്ചുവെന്ന് പറഞ്ഞുവെന്ന് മുത്തശ്ശി പറഞ്ഞു. ദിക്ഷൽ തന്നെയാണ് ലൈറ്റിട്ട് നോക്കിയത്. അപ്പോൾ ഇടത് കാലിന്റെ തള്ളവിരലിൽ ചോര കിനിയുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ മുത്തശ്ശിയും ലിജിയും ചേർന്ന് അടുത്ത മുറിയിൽ ഉറങ്ങിയിരുന്ന ദിലീപിനെയും അനുവിനെയും വിളിച്ചുണർത്തി വിവരം പറഞ്ഞു. തുടർന്ന് മാതാപിതാക്കൾ മകനെ അടുത്തുള്ള ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. എന്റെ അമ്മയുടെ കൂടെ നിലത്ത് കിടന്നാണ് അവർ ഉറങ്ങിയിരുന്നത്. ഉറക്കത്തിൽ എണീറ്റ് എന്തോ കടിച്ചെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോഴാണ് ചെന്ന് നോക്കിയത്. മുറിവ് കണ്ടപ്പോൾ തന്നെ ഭാര്യയ്ക്കൊപ്പം ബൈക്കിൽ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നതാണ്. കാലിന് വേദനയുണ്ടെന്നാണ് അവൻ പറഞ്ഞതെന്നും പിതാവ് പറഞ്ഞു. പിന്നാലെ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തിയപ്പോൾ കുട്ടി കിടന്ന് ഉറങ്ങിയിരുന്ന മുറിയുടെ ചുമരിന്റെ വശത്ത് വെച്ചിരുന്ന സിമന്റ് ഇഷ്ടികയ്ക്കിടയിൽ നിന്നാണ് മൂർഖനെ കണ്ടെത്തിയത്. വീടിനോട് ചേർന്ന് നിന്നിരുന്ന ഒരു വലിയ മരം കഴിഞ്ഞ ദിവസം മെഷീനും മറ്റും എത്തിച്ച് വെട്ടിയിരുന്നു. ഇതിന്റെ തടിയും മറ്റും വീടിനോട് ചേർന്ന് തന്നെ കിടക്കുകയാണ്. ഈ സമയത്ത് പാമ്പ് വീട്ടിൽ കയറിയതാകാമെന്നാണ് സംശയം. ഇതിന് മുൻപൊന്നും മൂർഖൻ പാമ്പിനെ വീട്ടിലോ പുരയിടത്തിലോ കണ്ടിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അലുമിനിയം ഫാബ്രിക്കേഷൻ ജോലികൾ ചെയ്യുന്ന ദിലീപിന് കുടിക്കിടപ്പായിട്ടാണ് 3 വർഷം മുമ്പ് സ്ഥലമുടമ 5 സെന്റ് സ്ഥലം നൽകിയത്. അതോടെ ഇതേ പുരയിടത്തിൽ തന്നെ ഉണ്ടായിരുന്ന വീട് പൊളിച്ചു മാറ്റി പെട്ടെന്ന് മറ്റൊരു കൂര ഉണ്ടാക്കേണ്ടി വന്നു. ആ കൂരയിലാണ് കഴിഞ്ഞ 3 വർഷമായി കുടുംബം താമസിച്ചിരുന്നത്. ദിലീപിന്റെ ഭാര്യ അനു അക്ഷയയിൽ ജോലി ചെയ്തിരുന്നു. വീടിനായി പഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുകയാണെന്നും അല്ലാതെ വീട് വയ്ക്കാനുള്ള സാമ്പത്തിക സ്ഥിതി കുടുംബത്തിനില്ല എന്നും ബന്ധുക്കൾ അടക്കമുള്ളവർ പറഞ്ഞു. എന്തായാലും ആശുപത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത്. പുലർച്ചെ 2:45 കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ വിദഗ്ധ ചികിത്സ കിട്ടിയില്ല എന്നാണ് പിതാവ് ആരോപിക്കുന്നത്. പാമ്പ് കടിച്ചതാണെന്ന് വ്യക്തമാകാത്തതിനാലാണ് ആന്റിവെനം നൽകാതിരുന്നതെന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തതെന്നുമാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം. താലൂക്ക് ആശുപത്രിയിൽ കൃത്യമായ ചികിത്സ നൽകിയിരുന്നെങ്കിൽ ദിക്ഷലിനെ രക്ഷപ്പെടുത്താമായിരുന്നു. അല്ലെങ്കിൽ ആ ബ്ലഡ് ടെസ്റ്റിലൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. കുട്ടിക്ക് പാമ്പ് കടി ഏറ്റുന്നത് പോലും അവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചില്ല എന്നത് ആശുപത്രിയുടെ വീഴ്ചയായി കണക്കാക്കുന്നുണ്ട്. മാത്രമല്ല, പലരും ഈ സംഭവത്തിന് പിന്നാലെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിക്കെതിരെ പലരും പല രീതിയിലുള്ള ആക്ഷേപങ്ങൾ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്ന സാഹചര്യമാണ്. വേണ്ട രീതിയിലുള്ള ഒരു ചികിത്സ അവിടെ നിന്ന് കിട്ടുന്നില്ല എന്നതടക്കമുള്ള ആരോപണം കഴിഞ്ഞ ദിവസം മുതൽ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിക്കെതിരെ ഉയരുകയാണ്. ഈ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ശ്വാസം മുട്ടുന്നുവെന്ന് ദിക്ഷൽ പറഞ്ഞിട്ടും ഡോക്ടർ തൊട്ടുപോലും നോക്കിയില്ല എന്ന് പിതാവ് ആരോപിക്കുന്നുണ്ട്. ആശുപത്രിയിൽ എത്തിക്കുന്നത് വരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നുവെന്നും ദിലീപ് പറഞ്ഞു. അവിടെ ചെന്ന് രക്തപരിശോധന നടത്തിയപ്പോൾ അവൻ വല്ലാതെ ഭയന്നു, വെപ്രാളമായി, തല കറങ്ങുന്നുവെന്ന് 2ആയിട്ട് കാണുന്നുവെന്നും പറഞ്ഞു. പക്ഷെ അവിടെയുള്ളവർ അത് വലിയ ഗൗരവമായി എടുത്തില്ല. ഡോക്ടറൊന്ന് തൊട്ടുപോലും നോക്കിയില്ല. പിന്നാലെയാണ് കുട്ടി ഛർദ്ദിച്ചതും പാതി വെച്ച് തൊണ്ടയിൽ കുടുങ്ങിയതും. സംസാരിക്കാൻ പറ്റുന്നില്ലെന്ന് തൊണ്ടയിൽ കൈ കാണിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് അവർ നോക്കിയില്ല എന്നാണ് ഇവർ പറയുന്നത്. ഉടൻ ആംബുലൻസ് വിളിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞു. കടിച്ചത് പാമ്പാണെന്ന് കാണാത്തത് കൊണ്ട് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റിയില്ല. എന്തോ കടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. പഴുതാരായിരിക്കുമെന്നാണ് താനും കരുതിയത്. എന്നാൽ അവർ കൃത്യമായി പരിശോധിക്കുകയോ ഒന്നും ചെയ്തില്ല. ഒരു നേഴ്സ് മാത്രമാണ് അവനോട് എന്തൊക്കെയോ ചോദിച്ചത്. ശ്വാസം എടുക്കാൻ പറ്റില്ലെന്ന് അവൻ പറഞ്ഞിട്ട് പോലും ഒരു പ്രതിവിധി അവർ ചെയ്തില്ല. അവിടെ നിന്ന് പെട്ടെന്ന് കൊണ്ടുപോയിക്കൊള്ളാൻ പറയുകയായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി 2-3 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ അവന് അനക്കമില്ലാതായി. എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവൻ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു എന്നാണ് പിതാവ് പറയുന്നത്.
എന്തായാലും വളരെ വേദനാജനകമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. രാവിലെ 2:30 ഈ കുട്ടി എഴുന്നേറ്റ് എൻ്റെ കാലിൽ എന്തോ കടിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായി പിതാവ് ഓടിയ നെട്ടോട്ടം, ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ അത് കണ്ടെത്താൻ സാധിച്ചില്ല എന്നത് എവിടെയാണ് പിഴവ് സംഭവിച്ചതെന്ന് ചോദ്യം ഉയരുകയാണ്. എന്തായാലും കൃത്യമായ ചികിത്സ കിട്ടിയിരുന്നുവെങ്കിൽ കുഞ്ഞ് രക്ഷപ്പെടുമായിരുന്നുവെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയാണ്. നഷ്ടപ്പെട്ടത് ഒരു കുഞ്ഞാണ്. ആ മാതാപിതാക്കൾക്കുണ്ടാകുന്ന വിഷമം അത് നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമാണ്. ആ ഒരു നഷ്ടം നികത്താനാകാത്തതാണ്. അപ്പോൾ ആ വീടിൻ്റെ അവസ്ഥയൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങൾ മലയാളി വാർത്തയും പ്രേക്ഷകർക്ക് മുന്നിൽ ആ വീടിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണിച്ചതാണ്. അപ്പോൾ അവർക്കൊരു വീടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അത് അവർക്ക് കിട്ടാനുള്ള മാർഗങ്ങൾ ഉണ്ടാകട്ടെ എന്നാണ് ഏവരും ആഗ്രഹിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ വർദ്ധിക്കുകയാണ്. ഇപ്പോൾ ഇത് ഈ ഒരാഴ്ചക്കിടെ മൂന്നാമത്തെ കുട്ടിയാണ് ദിക്ഷൽ. കഴിഞ്ഞ ദിവസം മറ്റൊരു മരണവും സംഭവിക്കുകയുണ്ടായി. അപ്പോൾ വളരെ ജാഗ്രതയോടെ ആയിരിക്കുക. ചൂടും മഴയും ഒക്കെ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പാമ്പുകൾ അപകടകാരികൾ ആവുകയാണ്, ജീവന് ഭീഷണിയാവുകയാണ്. നമ്മൾ കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു, കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ടിയിരിക്കുന്നു. ഈ വീടിൻ്റെ അവസ്ഥ ഇത്രയും ഈ ഇവിടുത്തെ അധികാരികളൊക്കെ ഇത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ കാഴ്ച ഒന്ന് കണ്ണു തുറന്ന് കാണേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അത്രമാത്രം ദയനീയമായ അവസ്ഥയിലാണ് ഈ വീടായിരിക്കുന്നു. നോക്കൂ, നമ്മളൊക്കെ അതിദാരിദ്ര്യമുക്തമായി കേരളം എന്നൊക്കെ പറയുമ്പോൾ പോലും ജീവിത സൗകര്യങ്ങളൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെടേണ്ടതുണ്ട്. ഇനിയും അത്തരത്തിൽ മെച്ചപ്പെടേണ്ട ആൾക്കാർ ഇനിയും നമുക്ക് ചുറ്റുമുണ്ട് എന്നതിൻ്റെ ഉദാഹരണമായി ഇത് മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, ഈ നമ്മളോട് ബന്ധു പ്രതികരിച്ചനുസരിച്ച് ഇതുവഴി ആയിരിക്കാം പാമ്പ് വീട്ടിനുള്ളിലേക്ക് കയറിയത് എന്നൊരു നിഗമനത്തിലാണ് നിലവിൽ അവരായിരിക്കുന്നത്. ഇങ്ങനെയാണ് അവരുടെ വീടായിരിക്കുന്നത്. ഒരു ഷീറ്റിട്ട വീടാണ് ഇത്. തകര പോലത്തെ സാധനം മറച്ചൊരു വീടാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു വീടിൻ്റെ അവസ്ഥ ആയിരിക്കുന്നത്. ചുറ്റുപാടൊക്കെ നമുക്ക് കാണുമ്പോൾ വളരെ ഒരു കാട് നിറഞ്ഞ, അതായത് ഒരു ബേസ്, വീടിനൊരു ബേസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഈ ഒരു അവസ്ഥയിലുണ്ടോ, ഇതിനിടയിൽ കൂടി പാമ്പ് കയറി പോകാനുള്ള സൗകര്യമൊക്കെ ഉള്ള ഭാഗത്തിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. എന്തുമാത്രം ദയനീയമായ അവസ്ഥയിലാണ് ഈ വീടായിരിക്കുന്നത് എന്നതിന് ഏറ്റവും ഉദാഹരണമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ചകൾ. അപ്പോൾ തീർത്തും ഒരു നടപടി, ഈ വീട്ടുകാർക്ക് വേണ്ടി ഒരു നടപടി അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ ഒരു ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ വേദനാജനകമായ സംഭവം തന്നെയാണ് ഈ ചിറയൻകീഴ് ഉണ്ടായിരിക്കുന്നത്. ഒരു 8 വയസ്സുകാരനാണ് ഇത്തരത്തിൽ പാമ്പ് കടിയേറ്റതും വീടിനുള്ളിൽ വെച്ചാണ് പാമ്പ് കടിയേൽക്കുന്നത്. അത്തരത്തിലൊരു ജീവൻ വെടിയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്.